അൻസാരി ആ സമയമുണ്ട്. തീർച്ചയായും വരാം, താങ്കളിലേക്ക് വരാം. ഈ അൻസാരി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം നമുക്കറിയാം. ഇന്നലെ കോൺഗ്രസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഹൈബിയുടെതൊക്കെ പോയി ചർച്ച ചെയ്തിട്ട് പരിഹരിച്ചു എന്ന തരത്തിൽ കാര്യങ്ങൾ വന്നു. പിന്നീട് ഇതാ മന്ത്രി വന്ന് ഈ വിഷയം കുറച്ചുകൂടി വഷളാക്കുന്നു. പിന്നീട് ഇപ്പോൾ കാസയെ ഉപയോഗപ്പെടുത്തി ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. അത്തരം ശ്രമങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നതിന് പിന്നിലെന്നാണ്. ഇത് ആദ്യം കണ്ടത് മുനമ്പത്താണ്. ഇതാ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത്തരം ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് BJPക്കെതിരെ, സംഘപരിവാർ സംഘടനകൾക്കെതിരെയുള്ള ആരോപണം. ശ്രീ രഞ്ജിത്ത്, ഇവിടെ ഈ വിഷയമുണ്ടായത് ഒരു വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച. ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് BJPയുടെ പ്രതിനിധി ആ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവരെ കാണാൻ അവിടെ ചെന്നിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. ഈ 4 ദിവസം ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു ഹൈബി ഈഡനും ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ആരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതിനോടകം തന്നെ അവിടുത്തെ സ്ഥിതികൾ വളരെ ഗുരുതരമായി മുന്നോട്ട് പോയിരുന്നു, നമ്മൾ കണ്ടതാണ്. SDPI ഭീഷണിയുമായിട്ട് വരുന്നു. വളരെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂടെ ചർച്ചയ്ക്ക് വന്നത് SDPI ആണ്. അവരുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിട്ടുള്ള സാഹചര്യം വരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ പോലും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ സ്കൂളിന് മാറേണ്ടി വന്നു. നമ്മൾ ആലോചിക്കുക, ഇത് നമ്മുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യമാണ്. അവിടെ 4 ദിവസത്തിന് ശേഷമാണ് BJPയുടെ പ്രതിനിധി എത്തുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ കണ്ടു, വിദ്യാഭ്യാസ മന്ത്രിയുടെ മലക്കം മറിച്ചിൽ നമ്മൾ കണ്ടു, ആവർത്തിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആദ്യം SDPIയെയും അതുപോലെ ഇവരുടെ അതൊറ്റ കാര്യമേ ഉള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് ബാങ്ക് ആവശ്യമുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മലക്കം മറിഞ്ഞതാണത്. അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്നില്ല കോടതി വിധി എന്താണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള കോടതി വിധികൾ എന്താണെന്ന് അറിയില്ല എന്നും ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്നും പറയുന്നതിനോട് ഞാൻ അശേഷം യോജിക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് SDPI പോലെയുള്ള ഒരു മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ശ്രീ ശിവൻകുട്ടി ആദ്യം ഒരു തീരുമാനം പറയുകയും ഇപ്പം മലക്കം മറിയുകയും ചെയ്തിരിക്കുന്നത്. ശ്രീ ഹൈബി ഈഡൻ ഇവിടുത്തെ MP ആണ്. അദ്ദേഹം എപ്പോഴാണ് അവിടെ എത്തിയത്? ഈ നേതാക്കന്മാരെല്ലാം നമ്മൾ കണ്ടതാണ്. ജാർഖണ്ഡിൽ എന്തോ വിഷയമുണ്ടായെന്ന് പറഞ്ഞ് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ കയറി അവിടെ എത്തിയ നേതാക്കന്മാരാണ് ഇവരെല്ലാം. കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും ഒക്കെ ജാർഖണ്ഡിലെത്തി സമവായ ചർച്ചയ്ക്കും അതിനും ഇതിനും വേണ്ടി. പക്ഷേ നമ്മുടെ മൂക്കിന് താഴെ നടന്ന ഈ സംഭവം, അവിടെ ഇവർ ഒരു സഹായത്തിന് അപേക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ MP എവിടെ പോയിരുന്നു? ഇവിടുത്തെ MP ഇവരുടെയൊക്കെ വോട്ട് വാങ്ങിയല്ലേ ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രശ്നത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം ആർക്ക് സപ്പോർട്ടുമായിട്ടാണ് പോയത്? SDPIക്ക്. SDPIയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ശ്രീ അൻസാരി സംസാരിക്കുന്നുണ്ടല്ലോ, കർണാടകയിലും മംഗലാപുരത്തുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഈ രാജ്യത്ത് ഒരു മതാചാരത്തിന്റെ പേരിൽ, ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഭരണത്തെ പോലും, നിലവിലുള്ള ഭരണത്തെ പോലും അട്ടിമറിക്കാമെന്ന് ചിന്തിച്ചവരാണ്. അതിന്റെ പിറകിൽ അന്ന് അവിടെ PFI ആയിരുന്നുവെങ്കിൽ അതിന്റെ മാറിയ ഒരു വേർഷനാണ് SDPI എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. നിങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് തങ്ങൾ കോളനിയുടെ ആധിപത്യം ആർക്കാണ്? പള്ളുരുത്തിയിലുള്ള തങ്ങൾ കോളനിയിൽ നിന്നും ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ഒരു വലിയ ആശയവും അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ ഉത്തരം പറയണം. ഈ വിഷയം അത് ആ സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിച്ച് ആ സ്കൂളിൽ പരിഹരിച്ച് ഒരു ദിവസം പോലും ആ സ്കൂള് മുടക്കാതെ അവിടെ പഠനം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടിയിരുന്ന, നിങ്ങൾ പറയുന്നു നിങ്ങൾ ജനാധിപത്യവാദികളാണെന്ന്, അങ്ങനെ ആയിരുന്ന SDPI ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് അവിടെ പരിഹരിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ചില ഹിഡൻ അജണ്ടയുണ്ട്, അത് ഈ സർക്കാരിനെ കൊണ്ട് നടപ്പാക്കണം. കർണാടകയിലും ബീഹാറിലും മറ്റു പല സ്ഥലങ്ങളിലും നടക്കാതെ പോയ നിങ്ങളുടെ മതത്തിന്റെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിഡൻ അജണ്ട അത് ഈ കേരളത്തിൽ നടപ്പാക്കാനുള്ള നിങ്ങളുടെ തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഓരോ വിഷയങ്ങളും ഉണ്ടാവുന്നത്. അവിടെ ഞങ്ങളെത്തി, ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ എത്തി. ഒരു സംഘപരിവാറുകാരനും ഒരു RSSകാരനും ആ സ്കൂളിലേക്ക് അതിനു മുമ്പ് പോയിട്ടില്ല. ആരും അവിടെ എത്തിയിട്ടില്ല. BJP ആണ് 4 ദിവസത്തിന് ശേഷം അവിടെ എത്തിയത്, ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെയാണ് മുനമ്പം വിഷയത്തില് ശ്രീ ഹൈബി ഈഡൻ പാർലമെന്റിൽ പോയി അവിടെ ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തിനെതിരെ അവിടെ പ്രസംഗം നടത്തിയ ആളാണ് പാർലമെന്റിൽ, നമ്മൾ മറന്നിട്ടില്ല.
ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ച ഹൈബി ഈഡൻ മുനമ്പത്തെ സമരത്തിനെതിരെ പാർലമെന്റിൽ പോയി പ്രസംഗിച്ച ആളാണ്. ആ ഹൈബി ഈഡൻ SDPIക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പള്ളുരുത്തിയിൽ എത്തിയെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ശ്രീ ശിവൻകുട്ടിയും അതാണ് പ്രവർത്തിച്ചത്. ഇവർക്ക് വോട്ട് ബാങ്ക് ആണ് ആവശ്യം. ഇവർക്കിവിടെ ഈ പ്രശ്നങ്ങളെയെല്ലാം ഇവർ ലഘൂകരിക്കുകയാണ്. ഇതൊരു വലിയ അന്ന് കേരളം എങ്ങനെയാണ് മത തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബായി മാറിയത്? എത്രയോ PFIയുടെ കേന്ദ്രങ്ങളാണ് ഇവിടെ പൂട്ടിയത്. എത്രയോ പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളം ഏറ്റവും സുന്ദരമായും സുഗമമായും മതഭീകരവാദം നടത്താൻ പറ്റുന്ന സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞ SDPIയുടെ അനിയനെന്നോ ചേട്ടനെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന സംഘടനകൾ അവർ ഇവിടെ ഈ വിഷയത്തെയും ഊതി കത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു അജണ്ടയുണ്ട്. തീർച്ചയായും ശ്രീ ജോഷി കൈതവളപ്പിൽ ഇവിടെ